കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഷോ ഒരു ആഘോഷമാണ്. നമ്മൾ മാത്രമല്ല ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത്. ആഘോഷം കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്കൊരു വീഡിയോ കാണാം. കാരണം ആ വീഡിയോയിലാണ് ആഘോഷം നിറഞ്ഞിരിക്കുന്നത്. എന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? വീഡിയോ കണ്ടു നോക്കുക. അപ്പൊ എന്താണ് ആഘോഷം എന്ന് മനസ്സിലാവും. ഇതാ വീഡിയോ. കോളേജ് എന്ന് പറഞ്ഞ ഇതാണ് കോളേജ്. സൂരജ് കണ്ടില്ലേ എത്ര സമാധാനപരമായ അന്തരീക്ഷം, ഒരു കൊച്ചു സ്വർഗം. ഈ ജംബോസിന് പിടികൊടുക്കുവാണെങ്കിൽ അത് കർത്താവിന് മാത്രമായിരിക്കും. അപ്പൊ നമ്മളങ്ങ് ആഘോഷമാക്കും. ആഘോഷം ആഘോഷം എന്ന് പറഞ്ഞപ്പോ ഇത്രയും ആഘോഷം ഒന്ന് പറയണ്ടേ? ഗംഭീരല്ലേ? ഇതല്ലേ പറഞ്ഞേ, ഒരു വീഡിയോ കാണിച്ചു കഴിയുമ്പോഴേ അതിന്റെ ആ ഒരു ത്രില്ല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ആ വീഡിയോയിലുള്ള എല്ലാരും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോവാന്ന് പറഞ്ഞാൽ ഏത് മൂഡ്? ആഘോഷം ഒരു സെക്കൻഡ് ഷാജോനേട്ടന്റെ പോലെ ഒരു ഫീലില്ലേ? അല്ലേ? ഷാജോനേട്ടൻ വന്ന് ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. ഇത് പണ്ട് തൊട്ടേ കേൾക്കണ പേരാ. ലൂസിഫർ കഴിഞ്ഞപ്പോ ചോദിച്ചായിരുന്നു നിങ്ങൾ ഇരട്ടകളാണോ? ലൂസിഫറിൽ ഞാനാണല്ലോ, ലാലേട്ടനും ഷാജോണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ ഷാജോനാണ്. അപ്പൊ ഇരട്ടകളാണോ ബ്രദേഴ്സ് ആണെന്നുള്ള ചോദ്യം അന്നോട്ട് തുടങ്ങിയതാണ്. ഈ സിനിമയില് എനിക്ക് തോന്നുന്നു ഷാജോനേട്ടൻ ഇല്ലല്ലോ. ഇല്ല. ഇവിടെ തന്നെ കറക്റ്റ് കാസ്റ്റിംഗ് തന്നെ അല്ലായിരുന്നോ? അത് മാറിപ്പോയതാണോ? ആരോട് എനിക്ക് തോന്നുന്നു നമുക്ക് അമൽ ബ്രോയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. കാരണം അമൽ ചേട്ടന്റെ മൂവിയാണ്, ഡയറക്ടർ ഇസ് അമൽ. സോ ലെറ്റ് മീ ആസ്ക് ഹിം, എന്താണ് ആഘോഷം? ഞങ്ങൾക്ക് എന്ത് ആഘോഷമാണ് തരുന്നത്? കേൾക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആഘോഷം ടീമിനെ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആഘോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ നമ്മുടെ ടാഗ്ലൈൻ. ആ ടാഗ്ലൈൻ പോലെ തന്നെ ആഘോഷം ഒരു ഗ്രാൻഡ് ആഘോഷം തന്നെയായിരിക്കും, സെലിബ്രേഷൻ തന്നെയായിരിക്കും. ഇതൊരു കോളേജ് സബ്ജക്റ്റാണ്, ഒരു കോളേജ് സ്റ്റോറിയാണ്. അപ്പം ഒരു കോളേജ് സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതിൻ്റെ ഒരു എല്ലാത്തരം കളറും അല്ലെങ്കിൽ ഒരു അടിപൊളി പരിപാടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു 2-2.5 മണിക്കൂർ തിയേറ്ററിൽ ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ആഘോഷം തന്നെയായിരിക്കും ഈ ആഘോഷം. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണോ ഇവരെല്ലാരും? എന്നെ കാണുമ്പോഴേ അറിയത്തില്ലേ, സീനിയർ മോസ്റ്റ് സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ്. അയ്യോ ദൈവമേ. ശരി, ഇതിന്റെ ക്യാരക്ടറിനെ പറ്റി എന്നാ പറയാനുള്ളത്? എന്റെ ക്യാരക്ടറിന്റെ പേര് കിങ്സ് ബെന്നി എന്നാണ്. പടത്തില് കിങ്സ് എന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ്. അപ്പൊ ആ കോളേജില് ഒരു ക്യാൻറ്റീൻ നടത്തുന്ന ആളാണ് ഞാൻ ആക്ച്വലി. പക്ഷെ കഥയില് നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ബാക്കി തിയേറ്ററുകളിൽ. അതെ, അത് കറക്റ്റ്. ബാക്കി ആഘോഷമായിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓൾസോ റോസ്മിൻ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് റോസ്മിൻ. ഹായ് റോസ്മിൻ, എന്ത് തോന്നുന്നു? എനിക്ക് ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വേദിയിൽ വരാൻ പറ്റിയതിൽ, ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. എൻ്റെ 2ാമത്തെ സിനിമയാണ്, അതും ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. പിന്നെ ക്യാരക്ടറിൻ്റെ നെയിം അഞ്ജലി എന്നാണ്, കോളേജ് പ്രൊഫസറായിട്ടാണ് ചെയ്യുന്നത്. അടിപൊളി, സൂപ്പർ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എന്തായാലും മൊത്തത്തിൽ ആഘോഷം തന്നെയാണ്. വിത്ത് ദിസ് ഓൾസോ മക്ബൂൽ സൽമാൻ. ഇത്ര വലിയൊരു ഇൻട്രൊഡക്ഷൻ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇടി മേടിക്കും. കാരണം ഇതിന്റെ ഓഡിയോ ലോഞ്ച് തൊട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴേ എനിക്ക് അതിന് ഭാഗമാകാൻ സാധിച്ചുള്ളൂ. സിനിമയിൽ വിളിച്ചില്ല, പക്ഷെ ഓഡിയോ ലോഞ്ചിന് വിളിച്ചു. അവർക്ക് സിനിമ നന്നാക്കണോടാ? നന്നാക്കണോ? അതെ, അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്. യെസ്, പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? പ്രൊഡ്യൂസർ ചിരിക്കുന്നു, നന്നായിരുന്നു. ഇതിലൊരു ഭയങ്കര സസ്പെൻസ് ഉള്ള ക്യാരക്ടറാണ്. മൈ ഗോഡ്. ഈ പടത്തിലെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു സൈക്കോ കില്ലർ ആണ്, പക്ഷെ ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുള്ളൂ. അതും പറഞ്ഞ ഇതൊന്നും അല്ല ക്യാരക്ടർ. അല്ല, ഇവരൊക്കെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ആയിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവരൊക്കെ ഭയങ്കര ബബ്ലി, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അപ്പൊ ഈ സിനിമയുടെ പേര് ആക്ച്വലി ഇവര് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ആഘോഷം എന്നായതാണോ, അതോ ഈ സിനിമയിൽ ആഘോഷമാക്കി ഇവര് ഫുൾ ടൈം സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു ഇവരെല്ലാം? ആദ്യ പടത്തിന്റെ പേര് സന്ദേശം എന്നായിരുന്നു. ബോബി ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അത് ആഘോഷം എന്നായിരിക്കും. എന്തോ ഒരു ഒളിച്ച് ഇരിപ്പ് അതിലുണ്ടെന്ന് അറിയാം അല്ലേ? ശരിക്കും ഇവരെല്ലാരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ടീമാണ് ഇവരെല്ലാരും. സിനിമേന്റെ ആ ഒരു പോസിറ്റീവ് ഫീല് വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ലൈഫ് ഇസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ ചേച്ചി. പ്രൊഡ്യൂസറിനോട് ഇനി ചോദിക്കട്ടെ, അവിടെ ആഘോഷമായിരുന്നു എന്നതെല്ലാം കൂടെ. യെസ് ലിസി മാം. ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ CN ഗ്ലോബൽ എന്ന് പറഞ്ഞ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ്.
അവർക്കെല്ലാം വേണ്ടി പ്രതിനിധിയായിട്ട് ഞാൻ നിൽക്കുക. Okay. ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യം സ്വർഗം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ സിനിമയാണ് ആഘോഷം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകളൊക്കെയുള്ള നല്ല എന്തെങ്കിലും നല്ല സന്ദേശമൊക്കെ നൽകുന്ന എല്ലാവർക്കും കുടുംബം ഒന്നിച്ച് കാണാവുന്ന നല്ല സിനിമകൾ ഒരു വർഷം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രയത്നമാണിതും. പക്ഷേ ഇതിൻ്റെ ടീമിന് പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ ആക്ടേഴ്സും അതുപോലെ തന്നെ ടെക്നീഷ്യൻസും എല്ലാം പ്രൊഡ്യൂസേഴ്സിനോട് വളരെ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഭാരമില്ലാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ആഘോഷം എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഒരു ആഘോഷം ഇങ്ങനെ പോസിറ്റീവ് വൈബായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സിന്റെ ആഘോഷത്തിലേക്ക് കടന്നാലോ? വൺസ് അഗെയിൻ നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. പുതിയ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ, തമാശകളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് നമ്മുടെ ആഘോഷത്തിലേക്ക് കടക്കാം.